വെട്ടം വെട്ടം ഹൈബി വിട്ട് കഴിയുമ്പോൾ ലിറ്ററലി ഇവിടെ ഫോഗ് ഉള്ള കാരണത്താൽ പ്രൊജക്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. വിഷയം സാധനം അത്. ഭയങ്കര രസമുണ്ട്. ഉള്ളി സാധനം 115 കിലോയേ ഉള്ളൂ, 14 എണ്ണം ടോർക്കുണ്ട്. ഏത് 160cc ബൈക്കിനുണ്ട് 115 കിലോ വെയിറ്റ്? ഒന്നിനുമില്ല. ഡെലിവറി ബോയ്സ് ഒക്കെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഡെലിവറി എൻജോയ് ചെയ്യും, നിനക്ക് എന്നാൽ ആ പരിപാടികൾ സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ മൈലേജ് യമഹയെ സംബന്ധിച്ചിപ്പോൾ ആ വണ്ടി ഫാമിലീസ് എടുക്കണമെന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതെടുക്കുന്നത് പ്യുവർ എന്തൂസിയാസ്റ്റ് ആണ്. ഫാമിലീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ ഇറക്കിയെടുക്കുന്നത്, അല്ല ബിഗിനേഴ്സിന് കൊടുക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. സ്പേഷ്യസ് ആയിരിക്കണം വണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിരിക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മാക്സിമം പെർഫോമൻസും മാക്സിമം ഫീഡ്ബാക്കും കൊടുക്കുക. ഓടിക്കുന്നവന് കൊള്ളാം, പൊളി സാധനം. വണ്ടി അത്രയും കയറുന്ന പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി വലിച്ച് കുടിക്കണമെന്നില്ല. മേ ബി ചിലപ്പോൾ 125-നേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യണം. ടോർക്ക് കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഒരു 160cc ബൈക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ സ്കൂട്ടർ എടുക്കുന്നതായിരിക്കും. എൻഡോർക്ക് 150. യെസ്. റോഡ് റിവ്യൂ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് സ്പെക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐ ബട്ടൺ വരും. അവിടെ നിങ്ങൾക്ക് പോയിട്ട് മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൺ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യവും, പിന്നെ ആ ഒരു ചിക്ലിക്ക് സാധനം റെഡിയാണോ അല്ലയോ എന്നുള്ള കാര്യമായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കംപ്ലീറ്റ് നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 200 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്യൂർ ഡെയിലി യൂസ് ബേസ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഞാൻ വണ്ടി പിക്ക് ചെയ്തു, രാത്രി 10 മണി. സോ നൈറ്റിൽ നന്നായിട്ട് വിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെ പറ്റൊരു ഡീറ്റെയിൽസ് സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോക്കകത്ത് വരുന്നതായിരിക്കും. അതെ. അപ്പം അതാണ് ഹെഡ് ലാമ്പിൻ്റെ കാര്യം. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ എടുത്തിട്ട് എങ്ങനെ ആയിരിക്കും ഓടിക്കുന്നത്? 2 പേരെ വെച്ച് ഓടിക്കാം. വിത്ത് ലഗേജ് നമ്മൾ ട്രാവൽ ചെയ്തു, ലോങ് പോയി ലൈക്ക് 50 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു, ചെറിയ ഇടവഴികളിൽ കൂടെ ട്രാവൽ ചെയ്തു, നോർമൽ MC റോഡിൽ കൂടെ ട്രാവൽ ചെയ്തു. സോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ സാധനം ഓടിച്ചു കഴിഞ്ഞാലോ ഇനി നീ ഒരു 125cc വണ്ടി എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കത്തില്ല. സത്യം. പ്രത്യേകിച്ച് സ്കൂട്ടർ. ഞാൻ പറഞ്ഞിട്ട് ഒരു 160cc ബൈക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ സ്കൂട്ടർ എടുക്കുന്നതായിരിക്കും. കാരണം വണ്ടി അതുപോലെ കേപ്പബിൾ ആണ്. പക്ഷേ ആ ഒരു ബൈക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് എന്നാൽ നിനക്ക് ആ ഒരു ബൈക്ക് തരുന്ന ഒരു പെർഫോമൻസ് എൻജോയ് ചെയ്ത് ഓടിക്കും. ഇപ്പോൾ MT-15 എടുത്തു. MT-15 എത്ര ടോർക്ക്? 14 എണ്ണം ടോർക്കേ ഉള്ളൂ. ഇതിനും 14.2 എണ്ണം ടോർക്കുണ്ട്. സിമിലർ ടോർക്കുള്ള ഒരു വണ്ടിയാണ്. ഈസി നിനക്ക് 80 to 90 ക്രൂസ് ചെയ്യാൻ പറ്റും. വണ്ടി സ്ട്രെസ്ഡ് അല്ല, നല്ല സ്മൂത്ത്, നല്ല ഒരു ഫ്രീ ഫ്ലോ ഫീല്, നല്ല കൺട്രോൾ, സ്റ്റെബിലിറ്റി എല്ലാം വെച്ചിട്ട് 80 to 90 നിനക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. അതേ നിനക്കൊരു 160 ബൈക്കിലും ചെയ്യാനായിട്ടുള്ള ഒരു കംഫർട്ടബിൾ സ്പീഡ് അത്രയൊക്കെ തന്നെ ഉണ്ട്. റിഫൈൻഡ് ആണ്, നല്ല റിഫൈൻഡ് ആണ്. അതായത് നന്നായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് കൈ ഫുള്ള് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല റിഫൈൻഡ് ആണ്. അധികമായിട്ട് ഒന്നും എനിക്ക് വൈബ്രേഷൻ ഇല്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കയറ്റമൊക്കെ 2 പേരെ വെച്ച് കയറും, ഫുൾ ടോട്ടൽ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫുട് ബോർഡിന്റെ സെൻട്രൽ ഏരിയയിൽ ചെറിയൊരു ഒരു സാധനം, അത് വൈബ്രേഷൻ എന്ന് പറയുന്നില്ല, തരിപ്പ്. ഹാൻഡിൽ ബാർ, സീറ്റ്, ബാക്കി എവിടെ ആണെങ്കിലും റാറ്റ്ലിംഗ് നോയ്സ് അങ്ങനത്തെ പരിപാടികളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എഞ്ചിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള അതാണ്. ആ ഒരു 125 150 ചേഞ്ച് നമുക്ക് അത്രയും ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ 125 ഒരു 60 km/h എങ്ങനെ ആയിരിക്കും ആ ഒരു എഞ്ചിന്റെ ബിഹേവിയർ, ആ ഒരു സംഭവമാണ് ഇതൊരു 80 90. MT-15 വെച്ച് നീ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കും, ബൈക്ക് തരുന്ന ഒരു ഫീൽ ഒരിക്കലും സ്കൂട്ടറിന് തരില്ല. അത് വരത്തില്ല. ബൈക്ക് ഓടിക്കുന്ന ഫീൽ സ്കൂട്ടറിന് എങ്ങനെയാണ് ആ പെർഫോമൻസ് കാര്യങ്ങൾ റോഡിൽ നിനക്ക് എക്സ്പെക്ട് ചെയ്യാം? നീ എന്തിനാണ് ഒരു ബൈക്ക് എടുക്കുന്നത്? ഒരു 160cc ബൈക്ക് നീ എടുക്കുന്നത് ഡെയിലി ഉപയോഗിക്കാൻ മൈലേജ് നോക്കിയിട്ടാണ് 160 എടുക്കുന്നത്, പ്രൈസ് നോക്കിയിട്ടാണ് 160 എടുക്കുന്നത്. ആദ്യത്തെ സംഭവം മൈലേജും പ്രൈസും ആണ്. അപ്പോൾ മൈലേജ് ഞാൻ ഒരു 160cc ബൈക്കിൻ്റെ അത്ര മൈലേജ് എന്തായാലും ഇന്ന് തരാൻ പറ്റില്ല, സ്കൂട്ടറാണ്. പക്ഷേ നീ സിറ്റി കിടന്ന് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആയിരിക്കും ഇതും അങ്ങനെ ഒരു ബൈക്കും തരാൻ പോകുന്നത്. MT നോക്കണ്ട, MTക്ക് കൂടുതലുണ്ട്. അത് ആ ബൈക്കിനേക്കാൾ ഈ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാം, ഭയങ്കര ലൈറ്റാണ്. നീ വേറൊരു സാധനം 115 കിലോയേ ഉള്ളൂ, 14 എണ്ണം ടോർക്കുണ്ട്. ഏത് 160cc ബൈക്കിനുണ്ട് 115 കിലോ വെയിറ്റ്? ഒന്നിനുമില്ല. എല്ലാം 140 മുകളിലാണ്. ഇവൻ MT പോലും 140 മുകളിലാണ്. ടോർക്ക് ടു വെയിറ്റ് നീ നോക്ക്, ഇതാണ് ഫണ്ണ്. ഡ്യൂക്ക് 160 ഡ്യൂക്ക് ഒന്നും നോക്കണ്ട, ഡ്യൂക്ക് MT മാറ്റാൻ പറ്റില്ല, അത് വേറെ കളിയാണ്. അപ്പോൾ നീ ആ സംഭവം നോക്കണം. ഇത് ലൈറ്ററാണ്, ഷോർട്ടറാണ്, കോമ്പാക്റ്റ് ആണ്. സോ ഇത് നിനക്ക് ട്രാഫിക്കിൽ കൂടെയും ടൈറ്റ് സ്പേസസിൽ കൂടെയും ഒക്കെ ഓടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം ആ ബൈക്കിന് കിട്ടത്തില്ല. ബൈക്കിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൻ്റെ ഫീൽ ഉണ്ട്. അത് അജിലിറ്റി കാര്യങ്ങളോ നന്നായിട്ടുണ്ട്. ടൈറ്റ് സ്പേസ് കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെലിവറി ബോയ്സ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഡെലിവറി എൻജോയ് ചെയ്യും, നിനക്ക് എന്നാൽ ആ പരിപാടികൾ സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ മൈലേജ് ആണ്. അപ്പോൾ ഞാൻ ഒരു 40 ഒക്കെ കൂട്ടിക്കും. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് മൈലേജ് അതിനകത്ത് കാണിക്കത്തില്ല. ഞാൻ മിക്സഡ് കണ്ടീഷൻസിൽ ഓടിച്ചതുകൊണ്ട് ഞാൻ അപ്പോൾ ഒരു ആക്യുറേറ്റ് മൈലേജ് ഞാൻ പറയത്തില്ല. നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ തന്നെ ഒരു ഫുൾ ടാങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് മൈലേജ് പറയാം. കാരണം വണ്ടി ഈസി ആയിട്ട് 80+ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണേലും
മൈലേജിന്റെ അത് നമുക്ക് പറയാൻ പറ്റില്ല അവരെങ്ങനെ അതിനെ മാനേജ് ചെയ്തേക്കുന്നുള്ളത് ടാങ്ക് ടു ടാങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. വണ്ടി അത്രയും കയറുന്ന പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി വലിച്ചു കുടിക്കണമെന്നില്ല. മേ ബി ചിലപ്പോൾ 125-നേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇതിന് ഹാൻഡിൽ ചെയ്യണം. ടോർക്ക് കൂടുതലുണ്ട്. നീ 125-ൽ ത്രോട്ടിൽ ഓപ്പൺ ചെയ്തതിൻ്റെ അത്രയും ഈ സാധനം ആ സിറ്റുവേഷനിൽ ഓപ്പൺ ചെയ്യേണ്ടി വരത്തില്ല. ഫ്യൂൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഓക്കെ. പക്ഷേ ആ CC ഹൈ അതിൻ്റെ അപ്പോഴും നീ 25 CC ആണ് കൂടിയേക്കുന്നത്. 125 150 പോയേക്കുന്നത്. അത് വലിയൊരു ജമ്പല്ല. പക്ഷേ നിനക്ക് ആ പവറിലും ടോർക്കിലുള്ള വ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ട്. ആ രീതിക്കാണ്. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നൈസ് എഞ്ചിൻ ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയാൽ നീ 125 ഇടിച്ച് ചെയ്തിട്ട് 150 തന്നെ എടുക്കും. മൈലേജ് വേണമെങ്കിൽ 110. അല്ലാതെ നോക്കുവാണെന്നുണ്ടെങ്കിൽ 150 125 എന്നുള്ള സാധനം നൈസായിട്ട് അങ്ങ് മായ്ക്കും. ഈ മറ്റേ ഇന്തോനേഷ്യയിലൊക്കെ ഇവിടെ 125 ഒക്കെ ഉണ്ട് അവിടെ ആയിരിക്കും എനിക്ക്. പക്ഷേ മേജർലി മേളോട്ട് സാധനമാണ്. അപ്പോൾ സ്കൂട്ടർ തന്നെ അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉള്ളതെന്നുള്ളത് എനിക്കിപ്പോൾ അതിൻ്റെ ഒരു കിട്ടുന്നുണ്ട്. എയറോക്സ് ഇതൊക്കെ ഓടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കൾച്ചറിനെ പറ്റിയിട്ടൊരു അവയർനെസ് കിട്ടാൻ പോകുന്നത്. ശരിയാ. ഇങ്ങോട്ട് നിർത്തവിടെ. നിർത്താനോ? നിർത്ത്. വെട്ടം ഹൈബി വിട്ടു കഴിയുമ്പോൾ ലിറ്ററലി ഇവിടെ ഫോഗ് ഉള്ള കാരണത്താൽ പ്രൊജക്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. വിഷയം സാധനം അത് ഭയങ്കര രസമുണ്ട്. അത് സാധനം സാധാരണ വണ്ടികളുടെ മീറ്റർ ഉണ്ടല്ലോ മുഖത്തടിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തരുമായിരുന്നു. പക്ഷേ ഇതങ്ങനെ തന്നില്ല. ഇത് നൈസാണ്, സ്വന്തമായിട്ട് കൺട്രോൾ. ഇതിപ്പോൾ എൻ്റെ ദേഹത്തുനിന്ന് റിഫ്ലക്ട് ചെയ്താണ് നിന്റെ മുഖത്ത്. നിന്റെ ഹാൻഡിൽ റിഫ്ലക്ട് ചെയ്തിട്ട് എൻ്റെ കൊള്ളാതെ ലൈറ്റ് എന്നെ വെട്ടം അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ മോനെ. പൊതുവെ TVSന്റെ വെട്ടങ്ങളെല്ലാം സത്യം ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള വെട്ടങ്ങളാണ്. എന്നാൽ വൈഡ്നെസ്സിൻ്റെ കാര്യത്തിലും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ചെറിയ പോരായ്മകൾ വരും. അത് റോണിനകത്ത് നമുക്ക് അധികം വൈഡ് കിട്ടത്തില്ല, ജൂപ്പിറ്ററിനകത്ത് വൈഡ് കിട്ടത്തില്ല. പക്ഷേ ഭയങ്കര ഇൻറ്റൻസ് ആണ്. അറവല്ലേ പോയത്? കണ്ടോ അവൻ്റെ വെട്ടം കണ്ടില്ല? അടിപൊളിയാണ്. ഇനി പറയാൻ എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പാ. ഐസ്ക്രീം അല്ല, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കൊള്ളാം. രണ്ടുപേരെ വെച്ച് ഓടിച്ചപ്പോൾ പവർ എങ്ങനെ? ഈസി ആയിട്ട് ഗ്രാജുവലി കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ വെയിറ്റും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അതുകൊണ്ട് ചില പോയിന്റിൽ എനിക്ക് ലീനിയറായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് കയറ്റമൊക്കെ ഇല്ലേ അങ്ങ് ഇങ്ങനെ തന്നില്ല. പക്ഷേ 125 വെച്ച് നോക്കുമ്പോഴത്തേക്ക് 125 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ്ഡ് ആണ്, നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആണ് പവർ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, രസമാണ്. റിഫൈൻമെൻറ്റ്. പിന്നെ കോർണറിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ ഹാൻഡിൽ ബാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡിൽ ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർ അത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞാൻ വണ്ട് കയറി ഇരുന്നപ്പോഴത്തേനുണ്ടല്ലോ ഹാൻഡിൽ ബാർ കുറച്ച് അങ്ങോട്ടുള്ള ഒരു ഫീൽ വരും. എന്നാൽ നീ കുറച്ച് അഗ്രസീവായിട്ട് ചെസ്റ്റൊക്കെ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് കറക്റ്റ് പ്രോപ്പർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം നൈസായിട്ട് ചെയ്യാൻ പറ്റും. മീൻസ് കോർണർ ടു കോർണർ അങ്ങനെ ഹെവി എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വണ്ടി ഒരു ലൈൻ പിടിക്കുമെന്നുള്ള രീതിയിൽ. അത് നൈസായിരുന്നു. റിഫൈൻമെൻറ്റ് അങ്ങനെ ഉണ്ട്. റിഫൈൻമെൻറ്റ് അടിപൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് വൈബ്രേഷൻ എനിക്ക് പുറകെ ഇരുന്നൊരു തരി പോലും മറ്റേ ഫുഡ്പൊക്കെ. എന്നാൽ ഞാൻ കയറാൻ നേരത്ത് നിന്നെയും കൂടെ വെച്ചുകൊണ്ട് അങ്ങ് പീക്കിൽ ആക്സിലേഷൻ കൊടുക്കുമ്പോഴത്തേന് എൻ്റെ കാലിൻ്റെ അവിടെ ഫുട്ബോളിൻ്റെ അവിടെ ഒക്കെ തരിപ്പ് ഫീൽ ചെയ്യും. തരിപ്പെന്ന് പറഞ്ഞാൽ അത് ഒരു തരിപ്പ് ഹാൻഡിൽ ബാറിൽ അവിടെ ഒന്നുമില്ല, കാലയിൽ മാത്രം. അത് ആ ഫുട്ബോർഡിൽ, കാരണം അത്രയും എൻജിൻ സ്ട്രെസ് ആകുന്നതുകൊണ്ടായിരിക്കുക. പക്ഷെ ഞാൻ പുറകെ കാല് വെച്ചത് എനിക്ക് ഇതുവരെ ബൂട്ടല്ലേ ബൂട്ടൊന്നും അല്ല, സാധാ ഷൂ ആയി ചപ്പല. സോ അത് അറിയും. ഇത് ടിപ്പിക്കൽ സ്കൂട്ടർ യൂസർ. വെട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും പറയില്ല. സാധാരണ ഞാൻ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്ന സാധനമാണ് വെട്ടം. എനിക്ക് കണ്ടതില്ല, ഞാൻ എങ്ങനെ വണ്ടി കാണാനില്ല. വെട്ടം എനിക്ക് എപ്പോഴും ഒരു കംപ്ലൈൻ്റ് ആണ്. അത് ഓപ്പോസിറ്റിൽ നിന്ന് ഒരുത്തൻ ബ്രൈറ്റ് അടിച്ച് വരുവാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വെട്ടം കുറവാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ലൈൻ കണ്ടുപിടിക്കണം, റോഡിന് എന്ത് ലൈൻ എന്ത് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു കൺസേണിങ് ഇല്ല. എനിക്ക് സൈഡ് ഒരു 180 ഡിഗ്രിയുടെ വ്യൂ, കാരണം ഇവിടെ രണ്ട് സൈഡിൽ മറ്റേ റിഫ്ലക്ഷൻ ഉള്ള കാരണത്താൽ അതും ഭയങ്കര ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ ഒറ്റ സ്കൂട്ടറെ ഞാൻ ഞാനും കണ്ടിട്ടില്ല. അത് നൈസ് ഒരു സാധനമാണ്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കിട്ടില്ല, ഒന്നും പറയാനില്ല. അത് അനുഭവിച്ചാലേ മതി. ഇനി പറഞ്ഞാൽ പറയാൻ പെയ്ഡാണ്. പിന്നെ ബ്രേക്കിങ് അതെങ്ങനെയുണ്ട്? എനിക്ക് അടിപൊളിയായിരുന്നു. നീ അത് ഓടിക്കണം. നീ ഒരു യമഹ ഫസീനോ അല്ല റേയോ, ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ അല്ല അറിയാം, എന്നാലും പറയാണ്, വേറെ ഒന്നും ഇല്ല വെച്ച് കമ്പയർ ചെയ്യാനായിട്ട്. എയറോക്സുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയറോക്സിൻ്റെ കിള്ളം ബ്രേക്ക് അതിനോടൊപ്പം തന്നെ ഉണ്ട്. ഇത് സൂം ഓടിച്ചിട്ടില്ല ഇതുവരെ, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എയറോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അപ് ടു ദ മാർക്ക് തന്നെ ഉണ്ട് ബ്രേക്കിങ്. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, നല്ല ഒരു ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എനിക്ക് ആ ഒരു പ്ലേ ആയിരിക്കും ഈ പറയുന്നത്. അത് വരെ പ്ലേ ഉണ്ട്. ഇത് കഴിഞ്ഞ് പിടിച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്നാപ്പ്. അത് ബിഗിനേഴ്സിനെ കൂടെ കണ്ടിട്ടാണ്. അവർ ഒരിക്കലും റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അവർ ഒരു കമ്പനീസ് ഇതുപോലത്തെ വണ്ടികളിൽ അത്ര ഷാർപ്പ് ബ്രേക്കിംഗ് കൊടുക്കത്തില്ല. ആ പ്ലേ അവിടെ എഴുതും.
കാരണം അത് പല ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ലേഡീസ് ഉപയോഗിക്കും, ബിഗിനേഴ്സ് ഉപയോഗിക്കും, പ്രായമായവർ ഉപയോഗിക്കും. അവർക്കൊന്നും സ്പോട്ടി ഫീഡ്ബാക്കോ ഒന്നും ഇതാ തന്നിട്ട് കാര്യമില്ല. എല്ലാവരും സാറ്റിസ്ഫൈ, എന്തൂസിയാസ്റ്റ് ആയിട്ടാണ് നീ ഓടിക്കുന്നത്. ഫുൾ ത്രോട്ടിൽ നീ പോവാണ്, കോർണർ കണ്ടു, നീ ബ്രേക്ക് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും, നീ പറയുന്നിടത്ത് വണ്ടി നിൽക്കുക, അതിൻ്റെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. ടയർ എങ്ങനെയുണ്ട്? ടയർ നൈസ് ടയറാണ്. TVS റെമോറോസ് ആണ് വരുന്നത്. നേരത്തെ ഉള്ള എൻഡോർക്കിലോ തന്നെയാണ് വരുന്നത്. നൈസ് ടയർ. കോർണറിങ് സംഭവം എല്ലാം നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒരിക്കലും കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന ഒരു ഫീൽ ഇല്ല ബ്രേക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ സസ്പെൻഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് 125 വെച്ച് കമ്പയർ. കാരണം 125 ഇത് ഓടിച്ചിട്ട് 125 കുറച്ച് സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യും, ഒരു തെറിപ്പ് ഫീൽ ചെയ്യും. 125 കൈൻഡ് ഓഫ് പൊടിക്ക് ഇതാണ്, എന്നാലും ഉണ്ട് കുഴപ്പമില്ല. പക്ഷേ എയ്റോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. എയറോക്സ് നിനക്ക് ഓരോ അൻഡുലേഷനും അറിയാം. ഇതങ്ങല്ല, അൻഡുലേഷൻസ് എല്ലാം എടുക്കും, നല്ലൊരു കട്ടിങ് വന്നാലേ നീ ഇത് അറിയത്തുള്ളൂ. എന്നാലും അത് ഒരു പരിധി വരെ അബ്സോർവ് ചെയ്യും. എനിക്കതാ ഇപ്പം സംശയം വന്നേക്കുന്നത്. ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് ഭയങ്കര കിടിലായിട്ട് ഫീൽ ചെയ്തു. ഇനി ഞാൻ എപ്പം എയ്റോക്സ് എടുക്കണമെങ്കിൽ എന്ത് കൺസിഡറേഷൻ വരുത്തണം? ഞാൻ ആ ഒരു സസ്പെൻഷൻ സ്റ്റിഫാണ്. എയ്റോക്സിൽ നിനക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന അത്രേ ഉള്ളൂ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഇമ്പോർട്ടഡ് സസ്പെൻഷൻസ് വാങ്ങിച്ച് അപ്ഗ്രേഡ് ചെയ്യാം. നല്ലൊരു എക്സ്പെൻസീവ് വേ ആണ്. അപ്പോൾ എന്തിനാണ് അവർ അത്ര സ്റ്റിഫ് സസ്പെൻഷൻ കൊടുത്തത്? അത് ആ വണ്ടിയുടെ ഫീഡ്ബാക്ക്. യമഹയെ സംബന്ധിച്ച് ഇപ്പോൾ ആ വണ്ടി ഫാമിലീസ് എടുക്കണമെന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല. അതെടുക്കുന്നത് പ്യുവർ എന്തൂസിയാസ്റ്റാണ്. ബൈക്കുകളെയും റൈഡിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡറി വണ്ടിയായിട്ടാണ് എയ്റോക്സ് കാണുന്നത്. അല്ലാണ്ട് ഫാമിലീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവരെ ഇറക്കിയെടുക്കുന്നത് അല്ല, ബിഗിനേഴ്സിന് കൊടുക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. ബിഗിനേഴ്സിന് എടുക്കാം, പവറില്ല, കുറവായതുകൊണ്ട് സാധനം എടുക്കാം. പക്ഷേ ആ ഒരു പർപ്പസാണ് യമഹ നോക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഇത്രയും സ്പേഷ്യസ് ആയിരിക്കണം വണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിരിക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മാക്സിമം പെർഫോമൻസും മാക്സിമം ഫീഡ്ബാക്കും കൊടുക്കുക. ഓടിക്കുന്നവന് കൊള്ളാം, പൊളി സാധനം, ഈ ഫീൽ മാത്രം തോന്നിയാൽ മതി. അവിടെ കംഫർട്ട് രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് അത്രയും സ്റ്റിഫ് സസ്പെൻഷൻ വന്നത്. ഓൾറെഡി ഫസ്റ്റ് ജനറേഷനിൽ മുടിഞ്ഞ സ്റ്റിഫായിരുന്നു. ഫീഡ്ബാക്ക് കിട്ടി അത്രയും ഇന്ത്യൻ റോഡ്സിന് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി. എന്നാലും അത് ഇതുപോലുള്ളൊരു സ്കൂട്ടറിൻ്റെ അടുത്ത് വന്നിട്ടില്ല കംഫർട്ട് ലെവൽസിൽ. അപ്പം ഈ കേട്ടത് വെച്ചാൽ എനിക്ക് മനസ്സിലായത് പൊളിച്ചോടിക്കണം മൈൻഡ് ഉണ്ടെങ്കിൽ അത് ഇല്ല, നിന്റെ ഫാമിലിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കംഫർട്ടബിൾ ആക്കിയെല്ലാം പോകണമെങ്കിൽ ഓടിയും ഒറ്റയ്ക്കാണ് ഓടിയും നല്ല റോഡിലാണ് ഓടിയും ഹൈവേ ഓടിയുമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ എയ്റോക്സ് എന്നുള്ള സാധനം നിനക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. പക്ഷേ ഓൾറൗണ്ടറാണ് നീ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല നിങ്ങൾക്ക് ഒരു ബൈക്കിലോട്ട് ഇപ്പോൾ ഉടനെ പോകണ്ടെന്ന് വേണമെങ്കിൽ തോന്നി. എനിക്ക് തോന്നി സെക്കൻഡറി സ്കൂട്ടറായിട്ട് എടുത്ത് വെക്കാം, ലോക്കലോട്ട് മൊത്തം ഇതേ ലോഡാം. നൈസാണ്. ലോങ്ങിന് മാത്രം ഞാൻ ബൈക്ക് വാങ്ങണം. ഇപ്പം നിങ്ങൾക്ക് ലോങ്ങും സ്കൂട്ടറിൽ തന്നെ പോകാനാണ് നിങ്ങളുടെ സാഹചര്യം എന്നുണ്ടെങ്കിൽ അതിനും നന്നായിട്ട് വണ്ടി സപ്പോർട്ട് ചെയ്യും. ജൂപ്പിറ്റർ 125 ജമ്പ് ചെയ്യാനുള്ള ഒരു ജൂപ്പിറ്റർ 125 കുറച്ചും കൂടെ മൈലേജ് ഓറിയൻറ്റഡും ഫാമിലി ഓറിയൻറ്റഡും ആണ് ഇതിനേക്കാളും. ജൂപ്പിറ്ററിൻ്റെ പവറും പെർഫോമൻസ് നമുക്ക് മടുപ്പാണ്, ലാഗിങ് ആണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. അല്ലാണ്ട് അത് കളഞ്ഞിട്ട് ഇതിലോട്ട് ചാടണമെന്ന് ഞാൻ പറയത്തില്ല. അതാണ് കുറേ, കാരണം അതിന് ഇതിൻ്റെ ഇരട്ടി അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനേക്കാളും കിടിലാണ്, ഹീറ്റാണ് വരുന്നത്, സ്പേഷ്യസ് ആണ്. ഇത് സ്പേസ് ഇല്ല എന്നല്ല, രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ബാഗ് ഇരിക്കുന്നത് നല്ല കംഫർട്ടബിളാണ്. ബാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് ഇടയ്ക്ക് വെച്ചാൽ അതേ സ്കൂട്ടറിനാണെങ്കിലും വിഷയമാണ്. അപ്പോൾ അതേ ഉള്ളൂ പ്രശ്നം. പിന്നെ അണ്ടർ സീറ്റും 24 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. മറ്റേ 33 ഇതിനകത്ത് വരുന്നില്ല. അപ്പം അതും ബേസും അങ്ങനെ ഒക്കെ. പക്ഷേ ഒരു ചെറിയ കോളേജ് ബാഗൊക്കെ വെക്കാൻ പറ്റും. ടാങ്ക് കൂടിയിട്ടുണ്ടോ? 5.8 ലിറ്റർ ആണ്. മറ്റേന് 5.2 ലിറ്റർ, 5.5 ലിറ്റർ. ഇതിനൊരു കൂടുതൽ ടാങ്ക് വേണമായിരുന്നു, ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ TVS ഇതിനെ അങ്ങനെ അങ്ങ് മൊത്തത്തിൽ മാറ്റിയിട്ടില്ല. ഉണ്ടായിരുന്ന ഷാസിയെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ആക്കി, ഉണ്ടായിരുന്ന എഞ്ചിനെ കുറച്ചുകൂടെ ഒന്ന് ബിഗ് ആക്കി, അത്രേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. അതിനകത്തൊരു പുതിയ ടാങ്ക് നീ വരുത്തണമെന്നുണ്ടെങ്കിൽ എൻറ്റയർ വണ്ടി നീ റിയലൈസ് ചെയ്യേണ്ടി വരും. അത് പക്ഷേ എയ്റോക്സിന്റെ കാര്യത്തിൽ എയ്റോക്സിന്റെ കാര്യത്തിൽ അതിന് ടാങ്ക് കുറവാണ്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് അതാണ് എയ്റോക്സ്. അതൊരു ഡിഫറെന്റ് ബ്രീഡാണ് ആക്ച്വലി. എനിക്ക് അതിനെ എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഇന്റർനാഷണൽ ഐറ്റമാണ്. ഇവിടുത്തേക്കാളും അവിടെ അതിന് ഭയങ്കര വാല്യൂവും നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല അതിന്റെ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. യമഹയ്ക്കും വലിയ താല്പര്യമില്ല അറിയണമെന്നുള്ളത്. ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ട്, അതാ ഷോറൂമിന്റെ മൂലയ്ക്ക് ഇരുന്നോട്ടെ, വേണ്ടോ വാങ്ങിച്ചോണ്ട് പോട്ടെ, അല്ലാതെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് യമഹയ്ക്ക്. TVS അങ്ങനെ, TVS മെയിൻ ഇന്ത്യൻ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യക്കാരെ ഫോക്കസ് ചെയ്താൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളാണ്, കസ്റ്റമർ കംഫർട്ട് ആ സംഭവമാണെന്നുള്ള രീതിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ FC25 നിർത്തിയത്? ഇവിടെ ആരും വാങ്ങിക്കുന്നില്ലായിരുന്നു. എന്നാൽ അത് മൂലയ്ക്ക് ഇരുന്നാൽ പോരായിരുന്നു ഷോറൂമിന്റെ. വെറുതെ എന്തിനാ അവിടെ വെച്ചേക്കുന്നത്? എയ്റോക്സ് വെച്ചതുപോലെ അത് ഇരിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ അതിന് വാല്യൂം വന്നു. ഇവിടെ വന്നു പോയി കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വാങ്ങിക്കാൻ എല്ലാവരും വാങ്ങിക്കാൻ പോകുന്നില്ല. അത് വെറുതെ അത് പോയപ്പോൾ ഒരു വിഷമോ അത്രേ ഉള്ളൂ. പിന്നെ CBR പോയപ്പോൾ ഇതുപോലെ ഇത് തന്നെയായിരുന്നു. പിന്നെ അത് വന്നാൽ കൊള്ളാൻ കാര്യത്തിലാണ്. ഹാൻഡിൽ ബാർ, സ്വിച്ച് കേസ്, ആ ലിവേഴ്സ് ഭയങ്കര പ്രീമിയം ഫീലാണ്. വണ്ടി ഇരുന്ന് ഓടിക്കുമ്പോൾ നല്ല പ്രീമിയം ഫീലാണ്. ഇത് അടിപൊളിയാണ്. ഡിസ്പ്ലേ നൈസ് ഡിസ്പ്ലേ ആണ്, ഫീച്ചേഴ്സ് ഉണ്ട്. അവരെ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്തത് നന്നായി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ടോപ്പ് എൻഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബേസ് എടുത്താലും വാല്യൂ ഫോർ മണിയാണ്. ബേസ് പക്ഷേ ഈ ഡിസ്പ്ലേ ഇതല്ല. ഡിസ്പ്ലേ ഇത്ര വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക. പക്ഷേ അതും ഹൈബ്രിഡ് ആണ്. കളർ TFT പ്ലസ് ഡിജിറ്റലാണ് വന്നേക്കുന്നത്. പക്ഷേ അത് മറ്റേ അത്ര സുഖമില്ല എനിക്ക്. പക്ഷേ ഇതാ ഇഷ്ടപ്പെട്ടു. പൈസ അവിടെ ലാഭിക്കണം, കാരണം ബാക്കിയെല്ലാം സെയിം ആണ്. പെർഫോമൻസ് സെയിം പെർഫോമൻസ് ആണ്. നീ വണ്ടി ഓടിക്കാൻ ഡിസ്പ്ലേയിലാണോ മുന്നോട്ടാണോ നോക്കുന്നത്? വല്ലപ്പോഴും നോക്കുമ്പോൾ ഒരു ചുഖത്തിന് വേണ്ടി ഒരു 20,000 കൊടുക്കാൻ നിൻ്റെ ഉണ്ടെങ്കിൽ കൊടുത്തു.
ഒരു പ്രശ്നവുമില്ല. കുറച്ച് റിച്ചാ ഗൈസ്. സഗീഷ് പണ്ടേ റിച്ച. സോ ഫൈനൽ വെർഡിക്റ്റ് വരുന്നതിന് മുന്നേ പ്രൈസ് ബേസ് വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് 139. 139. ഫൈൻ. ടോപ്പ് വേരിയൻ്റ് 149. ഓക്കെ. 10,000 rupees ഡിസ്പ്ലേ വിത്ത് ആക്സസറീസ് ടോപ്പ് വേരിയൻ്റ് 153. ഓക്കെ. മറ്റേത് 143. ഓക്കെ. 3,000 രൂപയുടെ ആക്സസറീസ്. ഇനി എൻഡോർക്ക് 125ൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വിത്ത് ആക്സസറീസ് 136. ഓക്കെ. വിത്തൗട്ടോ? വിത്തൗട്ട് ഒരു 4,000 രൂപ കുറയ്ക്കുക. മനസ്സിലായി? സെറ്റായി. ഇപ്പോൾ സെറ്റ്. അതാണ് ടോട്ടൽ അറൗണ്ട് 1,50,000 രൂപയ്ക്ക് നിനക്ക് 150cc സ്കൂട്ടർ വാങ്ങിക്കാം. 1,00,000 രൂപയ്ക്ക് 150cc സ്കൂട്ടർ മേടിക്കാം. ഇതേ പ്രൈസും അല്ല ഇതിനേക്കാൾ ഒരു 10 രൂപ 15 രൂപയുടെ കൂടുതലായിരിക്കും ഒരു 160cc ബൈക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ. സോ ഓടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക. അപ്പോൾ എയറോക്സിൻ്റെ പ്രൈസിങ്? എയറോക്സിൻ്റെ പ്രൈസിങ് 1.25 അടുത്ത് വരും. 2 അടുത്തോട്ട് പോവാം. ഓക്കെ. ഇതിനേക്കാളും ഒരു 10 രൂപ 15 രൂപയോളം കൂടുതലായിരിക്കും എയറോക്സ്. അതാണ് അത്. അതും ഓടിച്ച് നോക്കുക തീരുമാനം. ശരിയാ, ഓടിച്ച് നോക്കത്തെ. ഒന്ന് എൻഡോർക്ക് എടുക്കാൻ വരുന്നത് ഇത് 2 ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മളെപ്പോലുള്ളവർ ചെന്നിട്ട് 2 ഓടിച്ച് നോക്കും, എന്നിട്ട് ഒരെണ്ണം എടുക്കും. വേറൊന്ന് ഫാമിലി യൂസേഴ്സാണ്, അവരാണ് മജോറിറ്റി. അവരൊരിക്കലും അതിലോട്ട് പോകത്തില്ല. നിനക്കിതിൽ പുറകെ നിൻ്റെ അമ്മയോ പെങ്ങളെയോ ആരെ വേണമെങ്കിൽ ഇരുത്താം. പറ്റത്തില്ല, ഇതുപോലെ ഈസിയായിട്ട് നടക്കത്തില്ല. അതിന് കുഞ്ഞി ഇണ്ടാപ്പൊരു ഒരു സീറ്റാണ് ബാക്കിലുള്ളത്. അതിലെങ്ങനെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ സിംഗിൾ യൂസ്, പക്ഷേ അതിൻ്റെ റൈഡർ സീറ്റ് പൊളിയാണ്, നല്ല സപ്പോർട്ടുണ്ട്. ആ ഇഴുപ്പ് നിനക്ക് ഹൈറ്റിലാണ്, നിനക്ക് സൈഡിൽ കാല് വെക്കാം, ഫുട്ബോൾ എല്ലാം ഉണ്ട്. പക്ഷേ നിനക്ക് നടുക്കൊന്നും വെക്കാൻ പറ്റില്ല. വേറെ സാധനം ഫ്യൂൽ ടാങ്കാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. നിനക്ക് ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ഓടിക്കുക, നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതാണോ സെലക്ട് ചെയ്യുക. ഇതേ അവിടെ നടക്കുള്ളൂ. ഓക്കെ. അല്ലാണ്ട് പ്രൈസ് വെച്ചോ ലുക്ക് വെച്ചോ പെർഫോമൻസ് വെച്ചോ അങ്ങനെ നമുക്ക് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് 2 എടുക്കാൻ പറ്റും. 150 സെഗ്മെന്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന 3 സ്കൂട്ടേഴ്സാണിത്. അപ്രിലിയ ഉണ്ട്. പക്ഷേ അത് അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ സർവീസ് സപ്പോർട്ടോ സ്പെയർ സപ്പോർട്ട് ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ പുറകെ ഓടാൻ സമയം ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആണോ? അപ്പോൾ ഇതിൻ്റെ സർവീസിന് ഇത് എവിടെ ടി.വി.എസിൻ്റെ ഷോറൂം നിങ്ങൾക്ക് കാണാതെ എൻഡോർക്കൊക്കെ സർവീസ് ഷോറൂമൊക്കെ ഉണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ യമഹ ആയിരിക്കും കുറേ കൂടെ ബെറ്റർ. കോട്ടയം ടി.വി.എസും കൊച്ചിൻ ടി.വി.എസും വിട്ട് സെറ്റാണ്. അത് ഞാൻ എനി ഡേ ഇയാൾ പറഞ്ഞ കോട്ടയം ടി.വി.എസ് നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. ഗൈസ്, അതുപോലെ ഈ വണ്ടി നമുക്ക് ഇന്ന് റിവ്യൂനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ടി.വി.എസ് നിന്നാണ്. അവിടുത്തെ ടെസ്റ്റ് റൈഡ് വണ്ടിയാണിത്. സോ ഈ വണ്ടി നിങ്ങൾക്ക് ഓടിച്ച് നോക്കണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോട്ടയം ടി.വി.എസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്ര ദൂരമാണെങ്കിലും ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി. അതിനുള്ള സൗകര്യം അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, അവിടെ സർവീസ് ഒന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നീണ്ടും നന്നായിട്ട് പക്ഷേ കുഴപ്പമില്ല. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ട് കാണും. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യാറ് ഞങ്ങൾ. താങ്ക് യു. ഇനി ബീറോ എടുക്കാം. ടൈമർ ഇട്ടില്ലായിരുന്നല്ലേ ഇന്ന്? ടൈമർ താരം വെറുതെ മേളിലോട്ട് പോകും.